അടുത്ത കാലത്ത് കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ ബംഗ്ലാദേശികളുടെ സാന്നിധ്യം കൂടുന്നു എന്ന വിവരങ്ങൾ. രേഖകളില്ലാതെ കേരളത്തിൽ കഴിഞ്ഞാൽ ഒരാളും തിരിച്ചറിയില്ല. ഒരു പ്രശ്നം ഉണ്ടാകുന്നതുവരെ എന്ന ചിന്തയാണോ ഇതിന്റെ പിന്നിൽ എന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. ആർക്കും ആരെയും ശ്രദ്ധിക്കാനോ അന്വേഷിക്കാനോ സമയമില്ല, താല്പര്യവുമില്ല. ഇത് വിരൽ ചൂണ്ടുന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്കാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി ഒരു ഭീകര സംഘടനയുമായി ബന്ധമുള്ള വ്യക്തിയാണ് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യം. അതാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കരുനാഗപ്പള്ളി പുത്തൻ തെരുവിലെ ഒരു മദ്രസ. ഇവിടെ ഒരു ബംഗ്ലാദേശ് സ്വദേശിക്ക് മതപഠനം നൽകി. അന്വേഷണത്തെ തുടർന്ന് വ്യാജരേഖകൾ ഉപയോഗിച്ച ഇയാളെ ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ആഴ്ചകൾക്ക് മുൻപ് കൊല്ലം ജില്ലയിലെ കുലശേഖരപുരം പഞ്ചായത്തിലെ ആദിനാട് ഇവിടെ വെച്ച് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായ മുംതാസ് എന്ന ബംഗ്ലാദേശി യുവതി. ഇവർ അന്വേഷണ ഏജൻസികൾക്കൊന്നും ഇതുവരെയും പിടികൊടുക്കാതെ കേരളത്തിൽ താമസിച്ചത് ഒരു പതിറ്റാണ്ടിലേറെ കാലമാണ് എന്ന് പറയുമ്പോൾ ആ പ്രശ്നം എത്രത്തോളം ഗുരുതരമാണ് എന്നത് മനസ്സിലാക്കാം. കേരളത്തിൽ പിടിമുറുക്കുന്ന ഭീകര സംഘടനകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇവർ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയത്. ബംഗ്ലാദേശിലെ ബാഗർഹട്ടിൽ നിന്ന് ഭർത്താവ് അമീജിനൊപ്പം 13 വർഷം മുൻപ് കൊൽക്കത്തയിൽ വന്നതാണ് മുംതാസ്. ആധാർ കാർഡ് പോലും ഇല്ലാതെ വർഷങ്ങൾക്ക് മുൻപ് ചാലക്കുടിയിൽ ഇവർ താമസമാക്കി. അവിടെ നിന്ന് കൊല്ലത്തേക്ക് താമസം മാറിയത് ഒരു തീവ്ര ഇസ്ലാമിക സംഘടനയുടെ ക്ഷണപ്രകാരമായിരുന്നു എന്നാണ് ലഭിച്ച വിവരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അനധികൃതമായി കേരളത്തിൽ തങ്ങിയ മറ്റൊരു ബംഗ്ലാദേശ് പൗരനായ മുഹമ്മദ് റാത്തോൺ ഇസ്ലാമിനെ കുറുപ്പംപടി പോലീസ് പിടികൂടിയിരുന്നു. കൊച്ചി മേഖലയിലെ പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഇയാൾ യാതൊരു രേഖയുമില്ലാതെ അതിർത്തി കടന്ന് കേരളത്തിലെത്തി വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഒരു രേഖയുമില്ലാതെ ഒരാൾ വന്ന് കേരളത്തിൽ താമസിച്ചാൽ അയാൾ ആരാണ്, എന്താണ്, അയാളുടെ ചുറ്റുപാടുകൾ അന്വേഷിക്കാൻ തൊട്ടടുത്ത് താമസിക്കുന്നവർ പോലും കൂട്ടാക്കുകയില്ല എന്നുള്ള ആ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ രേഖകളില്ലാതെ നിയമവിരുദ്ധമായി കൊച്ചി ഏരൂരിൽ താമസിച്ചുവന്ന 6 ബംഗ്ലാദേശ് സ്വദേശികളെ കേരള പോലീസ് അടുത്തിടെ അറസ്റ്റ് ചെയ്തത്. 2025 ഏപ്രിലിൽ ഒരു സംഗതി പറയാം. കരുനാഗപ്പള്ളിയിൽ വ്യാജരേഖകളുമായി ബംഗ്ലാദേശ് പൗരനായ മുഹമ്മദ് അല്ലാമീൻ ഇസ്ലാം പിടിയിലായിരുന്നു. ഇയാൾ ഭാരത പൗരനാണ് എന്ന വ്യാജേന കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങരയിലെ ഫ്ലോർ മില്ലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അസം സ്വദേശിയാണ് എന്ന് കാണിക്കുന്ന വ്യാജ ആധാർ കാർഡും പോലീസ് ഇയാളിൽ നിന്ന് പിടിച്ചെടുക്കുകയുണ്ടായി. ഇനി കഴിഞ്ഞ വർഷം പെരുമ്പാവൂരിലേക്ക് പോയാൽ ഇതര സംസ്ഥാനക്കാർക്ക് വേണ്ടി വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ച് നൽകുന്ന ഒരു കേന്ദ്രം കണ്ടെത്തിയിരുന്നു. 2024 ഡിസംബറിൽ അസം പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കാഞ്ഞങ്ങാട് നിന്നും പിടികൂടിയ ബംഗ്ലാദേശ് പൗരന് ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽ ഖ്വയ്ദ അനുബന്ധ സംഘമായ അൻസാറുള്ള ബംഗ്ലാ ടീമുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നായിരുന്നു കണ്ടെത്തൽ. ആഗോള ഭീകരവാദത്തിന്റെ ആയുധപുര, ആയുധ പരിശീലനശാല ഇതൊക്കെയായി കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ തുടങ്ങിയതാണ്. 2008 ഒക്ടോബർ 20 കാശ്മീർ അതിർത്തിയിൽ മലയാളികളായ തീവ്രവാദികൾ പാകിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ സേനയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അത് ആദ്യം രാജ്യത്തിന് സമ്മാനിച്ചത് ഞെട്ടലാണ്. ലോകത്ത് എവിടെയെങ്കിലും ഭീകരാക്രമണം ഉണ്ടായാൽ അവിടെ ഒരു മലയാളി ബന്ധമുണ്ടാവുമെന്ന ആശങ്ക തള്ളിക്കളയാനാകില്ല. മലപ്പുറം ചെമ്മാട് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ ഒരു കേസിൽ 5 ജില്ലകളിൽ ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ മാസം റെയ്ഡ് നടത്തിയിരുന്നു. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കേസാണിത് എന്നാണ് NIA വ്യക്തമാക്കിയത്. 448 ബോക്സുകളായി സൂക്ഷിച്ചിരുന്ന 89,600 ജലാറ്റിൻ സ്റ്റിക്കുകളും 35 ബോക്സുകളായി ഉണ്ടായിരുന്ന 10,500 നോൺ ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും ഉൾപ്പെടുന്ന വൻ സ്ഫോടക വസ്തു ശേഖരമാണ് ഇവിടെ നിന്ന് പിടിച്ചെടുത്തത്. കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ മതഭീകരവാദികൾ പദ്ധതിയിടുന്നതായി 2010 മുന്നറിയിപ്പ് നൽകിയത് കേരള മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ്. കേരളത്തിൽ ഭീകര സംഘങ്ങളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്ന് വിരമിച്ച സംസ്ഥാന പോലീസ് മേധാവിമാരും വെളിപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ LDFും UDFും മതസംഘടനകളെയും മതഭീകരവാദികളെയും താലോലിച്ചു വളർത്തുകയാണ് എന്ന ആരോപണം BJPയും ഉയർത്തുന്നുണ്ട്. ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായ മദനിയുടെ ജയിൽ മോചനത്തിനു വേണ്ടി ഒറ്റക്കെട്ടായ നിയമസഭയിൽ പ്രമേയം പാസാക്കിയവരാണ് LDFും UDFും എന്നത് മറക്കാനുമാകില്ല. ഭീകര സംഘടനയായ ഹമാസിന് നീതി ലഭിക്കാനായി തെരുവിലിറങ്ങുന്ന രാഷ്ട്രീയ മൊല്ലാക്കമാർ മതഭീകരവാദികൾക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം മുഴക്കിയ സിമിക്കും പ്രവാചക നിന്ദ ആരോപിച്ച അധ്യാപകന്റെ കൈവെട്ടി പോപ്പുലർ ഫ്രണ്ടിലും താവളം ഒരുക്കിയത് ഒരേ ആശയധാരയാണ്. ബംഗാളിൽ തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചതോടെ ബംഗ്ലാദേശി ഭീകരവാദികളുടെ അവസാനത്തെ അഭയകേന്ദ്രമായി കേരളം മാറിയിരിക്കുകയാണ് എന്നത് ഓരോ മലയാളിയും മറക്കരുത്. കാരണം ഏത് നിമിഷവും മതബോംബുകൾ ചുറ്റുമുണ്ട്, അത് പൊട്ടിച്ചിതറാം. അത് അവരുടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അവരാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന ബോധം ഓരോ മലയാളിക്കും ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.